മോദിക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം 145 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാഷ്ട്രത്തിൻ്റെ മാനേജറാണ്. അപ്പോൾ 100 ആവശ്യം ഉണ്ടാവും അദ്ദേഹത്തെ കൊണ്ട്. പല ബിസിനസ്സും പല കോൺട്രാക്റ്റും പല കമ്പനിയും. ആരാ? മൻമോഹൻ സിംഗ്. സാമ്പത്തിക ശാസ്ത്രം പഠിച്ച് കാംബ്രിഡ്ജിൽ നിന്ന് ഡോക്ടറേറ്റ് വാങ്ങിയ ആളാണ്. കാംബ്രിഡ്ജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രൊഫസറായിരുന്ന ആളാണ്. അദ്ദേഹം പ്രധാനമന്ത്രി ആകുമ്പോഴാണ് ഈ ആഗോളവൽക്കരണം വരുന്നത്. ലോകത്തിലെ ഏത് സാധനത്തിൻ്റെയും മാർക്കറ്റാണ് ഇന്ത്യ. ആ നയം തുടരുന്ന ആളാണ് മോദി. ഇളനീരിന് വില ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഏത് തൊഴിൽ വിഭാഗം? കർഷകരാണ്. 2500 കർഷകർ ആത്മഹത്യ ചെയ്ത പ്രദേശത്തിൻ്റെ പേരാണ് വയനാട്. വയനാട് ജില്ല വയൽനാട് എന്നാ കാർഷിക മേഖലയാണിത്. അവിടെ എന്താ നടക്കുന്നത്? ഇപ്പോൾ പറങ്കിമാവ് കൃഷി ചെയ്യുന്ന ഒരുത്തൻ അതുകൊണ്ട് ജീവിക്കാൻ പറ്റൂ? നെൽകൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റും? യഥാർത്ഥ ഭാരതം ഗ്രാമീണ ഭാരതമാണ്. റിയൽ ഇന്ത്യ ഈസ് റൂറൽ ഇന്ത്യ. നിങ്ങളുടെ നാട്ടിലെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായി റിട്ടയർ ചെയ്ത ഒരു മുതിർന്ന ലേഡി ഡോക്ടർ പറയാണ്, ഒരു സിസേഴ്സ് നിങ്ങളുടെ വയറ്റിലിരുന്നാൽ കുഴപ്പമില്ല. അമേരിക്കൻ നിലവാരം ഉണ്ട് ഇവിടെ. അമേരിക്കൻ നാൾ ഇങ്ങോട്ട് വരികയാണ്. നടക്കുന്നത് എന്താ? ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോകണം. ആര്? വല്ലവരും അല്ല, നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകും ചികിത്സയ്ക്ക്. എന്നാൽ പിന്നെ ഇവിടെ ഇരുന്നാൽ പോരെ. ഇവരാരും മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോകില്ല. ഭരണകക്ഷി മാത്രമല്ല, പ്രതിപക്ഷ നേതാക്കന്മാർ പോകും. അവർ പോകുന്നത് എവിടെയാണ്? കേരളത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത്. അപ്പോൾ ഈ തരത്തിലുള്ള പല പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇന്ത്യ പറയുന്നത് എന്താണ്? ഇന്ത്യ ഒരു മധ്യത്തിൽ നിന്ന് സംസാരിച്ച് മോദി സംസാരിച്ച് ഞാൻ കേട്ടിട്ടേ. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനുള്ള വർത്തമാനമാണ് ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരും നടത്തുന്നത്. അതിലെ 1-ാം നമ്പർ പാർട്ടി എന്ന് പറഞ്ഞാൽ CPM ആണ്. 20-ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചിന്തകനായിട്ട് ലോകം മുഴുവൻ അന്ന് കണ്ടിരുന്ന ഒരാൾ ഗാന്ധിയാണ്, വേറൊരാൾ നെഹ്റുവാണ്. ആ നേതൃത്വം, ആ മഹത്വം, ആ അന്തസ്സം ഒന്നും ഇപ്പം ഇന്ന് ഇന്ത്യക്ക് ഒരു സാധാരണ പ്രധാനമന്ത്രിയാണ് മോദി. അതേ അങ്ങനെ ഒരു വാചകം പറഞ്ഞ് ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. എല്ലാവർക്കും നമസ്കാരം. മീഡിയ ഭാരതിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സവിനയം സ്വാഗതം ചെയ്യുന്നു. ഡൊണാൾഡ് ട്രംപ് രാഷ്ട്രീയക്കാരനല്ല, അദ്ദേഹം വ്യവസായിയാണ്, വ്യാപാരിയാണ്. അമേരിക്കയിൽ നിങ്ങൾ ഏത് നഗരത്തിൽ ചെന്നാലും അവിടെയൊക്കെ ട്രംപ് ബിൽഡിംഗ് ഉണ്ടാവും. ഏത് ചെറിയ നഗരത്തിലും വലിയ നഗരത്തിലൊക്കെ. എന്താ കാര്യം? ട്രംപ് ഇത്തരം ബിൽഡിംഗ് ഉണ്ടാക്കി വാടക കൊടുക്കുന്ന അദ്ദേഹത്തിൻ്റെ പല ബിസിനസ്സുകളൊന്നാണ്. കോടീശ്വരനാണ്. അല്ലാതെ അദ്ദേഹം രാഷ്ട്രീയം അറിയുന്ന ആളൊന്നുമല്ല. ചോക്കൂ, എന്തെങ്കിലും തിരിയുന്ന ഒരാളാണെങ്കിൽ നൊബേൽ സമ്മാനം എനിക്ക് വേണമെന്ന് പറയോ? അത്ര വിഡ്ഢിയാണ് ഡൊണാൾഡ് ട്രംപ്. അദ്ദേഹത്തിനല്ലേ നൊബേൽ സമ്മാനം? എന്തിൻ്റെ നോബൽ സമ്മാനം? ഇത് സമാധാനത്തിന് നോബൽ സമ്മാനം. അത്ര വിഡ്ഢിയായ ഒരാളാണ്. അപ്പോൾ ക്രൂരനാണ്. അദ്ദേഹം ആദ്യം അധികാരത്തിൽ വന്ന് എന്താ ചെയ്തത്? മുസ്ലിങ്ങൾക്ക് വിസ കൊടുക്കുകയില്ല എന്ന നിയമം കൊണ്ടുവരാൻ പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സെക്രട്ടറിമാർ പറഞ്ഞു ഈ നിയമം നിൽക്കില്ല, കോടതി ചോദ്യം ചെയ്ത് നിൽക്കില്ല. പിന്നെ അദ്ദേഹം എന്ത് ചെയ്തു? താഴെ പറയുന്ന 7 രാഷ്ട്രങ്ങളിലുള്ള ആൾക്ക് വിസ കൊടുക്കില്ല. ഒന്നാമത്തെ രാഷ്ട്രം ഏതാ? ഇറാൻ. രണ്ടാമത്തെ ഏതാ? ഇറാഖ്. ബാക്കിയൊക്കെ ഇങ്ങനെ മുസ്ലിം രാഷ്ട്രങ്ങളാണ്. അത് നിൽക്കും, നിയമപരമായി മറ്റേത് നിൽക്കില്ല. അപ്പോൾ ഞാൻ പറയുന്നത് വളരെ കഷ്ടമാണ് ഇതിൻ്റെ കാര്യം. ഇപ്പോൾ ഹമാസ് ചെയ്യുന്നതൊക്കെ ശരിയാണോ? അല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം സൈനികമായിട്ട് ആ പ്രശ്നം പരിഹരിക്കാൻ പറ്റില്ല. അത് രാഷ്ട്രീയ ചർച്ചകളിലോട്ട് പരിഹരിക്കണം. അതിന് നേതൃത്വം കൊടുക്കാൻ ആരുമില്ല. നിർഭാഗ്യവശാൽ മോദിക്ക് അതിനുള്ള പ്രാപ്തിയില്ല. ജവഹർലാൽ നെഹ്റു ആയിരുന്നെങ്കിൽ അദ്ദേഹം പക്ഷം പിടിക്കാതിരിക്കും. അദ്ദേഹം ചേരിചേരാൻ നയത്തിൻ്റെ ആളാണ്. BK കൃഷ്ണമേനോനും, മലയാളിയാണ് കൃഷ്ണമേനോൻ, നെഹ്റുവിൻ്റെ പ്രിയ സുഹൃത്ത്, രാജ്യരക്ഷാ മന്ത്രിയായിരുന്നു. അദ്ദേഹവും നെഹ്റുവും കൂടി രൂപീകരിച്ച ഒരു സാധനം ചേരിചേരാ നയം. അപ്പോൾ ഒരു മധ്യസ്ഥൻ്റെ റോളിൽ നിൽക്കാൻ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് സാധിക്കണം. അങ്ങനെയായിരുന്നു. ഒരു ലോക നേതാവായിരുന്നു ഗാന്ധി, അതുപോലൊരു ലോക നേതാവായിരുന്നു നെഹ്റു. ആ തരത്തിൽ നേതാക്കന്മാർ നമുക്കിപ്പോൾ ഇല്ല. അപ്പം മോദിക്കുള്ള പ്രശ്നം എന്താണ്? മോദിക്ക് സ്വീകാര്യത കിട്ടുന്നത് എന്തുകൊണ്ടാണ്? നെഹ്റുവിന് സ്വീകാര്യത കിട്ടുന്നത് അദ്ദേഹം ഒരു രാഷ്ട്രീയ ചിന്തകനാണ്, അദ്ദേഹം 1-ാം തരം എഴുത്തുകാരനാണ്, 1-ാം തരം പ്രഭാഷകനാണ്, വളരെ സുന്ദരനാണ്, ആളുകളെ ആകർഷിക്കാൻ കഴിയുന്ന ഒരാളാണ്. ഇങ്ങനെ പലതുണ്ട്. മോദിക്ക് കിട്ടുന്ന അംഗീകാരം എന്ന് പറഞ്ഞാൽ എന്താ? അദ്ദേഹം 145 കോടി ജനങ്ങൾ അധിവസിക്കുന്ന ലോകത്തിലെ ഏറ്റവും അധികം ജനസംഖ്യയുള്ള രാഷ്ട്രത്തിൻ്റെ മാനേജറാണ്. അപ്പോൾ 100 ആവശ്യം ഉണ്ടാവും അദ്ദേഹത്തെ കൊണ്ട്. പല ബിസിനസ്സും പല കോൺട്രാക്റ്റും പല വിൽപ്പനയും. ഇപ്പോൾ ലോകത്തിൻ്റെ മോദി മാത്രമല്ല, 1990 ഡോക്ടർ മൻമോഹൻ സിംഗ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ, ആരാ മൻമോഹൻ സിംഗ്? സാമ്പത്തിക ശാസ്ത്രം പഠിച്ച് കാംബ്രിഡ്ജിൽ നിന്ന് ഡോക്ടറേറ്റ് വാങ്ങിയ ആളാണ്. കാംബ്രിഡ്ജിൽ സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ പ്രൊഫസറായിരുന്ന ആളാണ്. അദ്ദേഹം പ്രധാനമന്ത്രി ആകുമ്പോഴാണ് ഈ ആഗോളവൽക്കരണം വരുന്നത്. ലോകത്തിലെ ഏത് സാധനത്തിൻ്റെയും മാർക്കറ്റാണ് ഇന്ത്യ. ആ നയം തുടരുന്ന ആളാണ് മോദി. കോൺഗ്രസിൻ്റെയും BJPയുടെ ഒക്കെ സാമ്പത്തിക നയം ഒന്ന് തന്നെയാണ്. നമുക്ക് വലിയ ആപത്താണിത്. അതായത് ഈ അളവിൽ ഇറക്കുമതി വന്നാൽ നമ്മുടെ കാര്യങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയാം. ഇപ്പോൾ കൊക്കക്കോല പ്രചരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ ഇളനീരിൻ്റെ മൂല്യം കുറയും.
സംഭാരത്തിൻ്റെ മൂല്യം കുറയും, അവലും വെള്ളത്തിൻ്റെ മൂല്യം കുറയും. നമുക്ക് അങ്ങനത്തെ ഒരു ചെറിയ കാര്യം. ഇവിടുത്തെ ഏറ്റവും കഷ്ടപ്പെടുന്ന ഒരു കൂട്ടർ തെങ്ങ് കൃഷിക്കാരാണ്. ഇളനീരിന് വില ഉണ്ടായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. ഇപ്പോൾ കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്ന ഏത് തൊഴിൽ വിഭാഗം? കർഷകരാണ്. 2500 കർഷകർ ആത്മഹത്യ ചെയ്ത പ്രദേശത്തിൻ്റെ പേരാണ് വയനാട്. വയനാട് ജില്ല വയൽനാട് എന്നാ, കാർഷിക മേഖലയാണിത്. അവിടെ എന്താ നടക്കുന്നത്? ഇപ്പോൾ പറങ്കിമാവ് കൃഷി ചെയ്യുന്ന ഒരുത്തൻ അതുകൊണ്ട് ജീവിക്കാൻ പറ്റുമോ? നെൽകൃഷി കൊണ്ട് ജീവിക്കാൻ പറ്റുമോ? ഇപ്പോൾ നാണ്യവിളകളാണ് കുറച്ചെങ്കിലും ഉള്ളത്, ഇത് റബ്ബറൊക്കെ, അതിൻ്റെ തന്നെ മാർക്കറ്റ് മോശമാണ്. അപ്പോൾ കൃഷിയാണ് ഇവിടെ അസ്തമിക്കുന്നത്. ഇപ്പോൾ ഗാന്ധിയുടെ ഒരു പരിപാടി ഇന്ത്യ ജീവിക്കുന്നത് ഗ്രാമങ്ങളിലാണെന്നാണ്. അദ്ദേഹത്തിൻ്റെ വാക്യം വളരെ പ്രസിദ്ധമാണ്. യഥാർത്ഥ ഭാരതം ഗ്രാമീണ ഭാരതമാണ്. റിയൽ ഇന്ത്യ ഈസ് റൂറൽ ഇന്ത്യ. ഇപ്പം നമുക്ക് ഗ്രാമങ്ങൾ വേണ്ട, എല്ലാവർക്കും പട്ടണം മതി. കൃഷി വേണ്ട, എല്ലാവർക്കും വ്യാപാരമോ വ്യവസായമോ വാണിജ്യമോ മതി. കൃഷിക്കൊരു ഇപ്പോൾ കർഷകർക്കെതിരായിട്ടുള്ള വലിയ നിയമമല്ലേ മോദി ഗവൺമെൻറ് കൊണ്ടുവന്നത്. പഞ്ചാബിലെ കർഷകർ 1.5 കൊല്ലം ജീവൻ കൊടുത്ത് പോരാട്ടില്ല നിയമം പിൻവലിച്ച്. കുത്തക മുതലാളിമാരുടെ ഒരു വ്യാപാര മേഖലയായിട്ട് കൃഷി മാറ്റുക എന്ന് പറയുന്നത് എന്തൊരു കർഷക വിരുദ്ധമായ നയമാണ്. വേറെ ലോകത്ത് ഏത് രാജ്യത്താണെങ്കിലും അത് പിൻവലിക്കുമ്പോൾ പ്രധാനമന്ത്രി രാജിവെച്ച് വിട്ടുപോകും. സമ്മതിക്കില്ല അത്. എന്തൊക്കെ എത്ര പേര് മരിച്ചോ സമരത്തിൽ, എന്തൊക്കെ അക്രമങ്ങളുണ്ടായി, എത്ര കഷ്ടപ്പെട്ടു. പഞ്ചാബിലെ കൃഷിക്കാർക്ക് കൃഷിയോടുള്ളൊരു പ്രതിബദ്ധതയുണ്ട്. ഇപ്പോൾ കേരളത്തിൽ കൃഷിയോട് ആ പ്രതിബദ്ധത ഇല്ല. ഇവിടുത്തെ വികസനം 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 എന്ന് പറയുമ്പോൾ കൃഷിയെപ്പറ്റി ആരും പറയുന്നില്ലല്ലോ. റോഡിനെ പറ്റിയാണ് പറയുന്നത്, പാലത്തെ പറ്റിയാണ് പറയുന്നത്, ബിൽഡിങ്ങിനെ പറ്റിയാണ് പറയുന്നത്. വികസനം എന്ന് പറഞ്ഞാൽ എന്താ? റോഡാണോ? റോഡ് വികസനമല്ലേ? ആണ്. പാലമാണോ? ആണ്, പാലമാണ്. പിന്നെ ആശുപത്രി കെട്ടിടം പോരല്ലോ, അവിടെ മരുന്ന് വേണ്ടേ? തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജിൽ വേണ്ടത്ര ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞ യൂറോളജി പ്രൊഫസർ ഡോക്ടർ ഹാരിസ് ചിറക്കലാണ്. ആലോചിച്ച് നോക്കൂ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞത് ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ മൂക്കൻ്റെ താഴെയുള്ളൊരു കെട്ടിടം. അവിടെ ബിൽഡിംഗ് നന്നായിട്ട് കാര്യമുണ്ടോ? അതിൻ്റെ മുറ്റം മുഴുവൻ ഇൻ്റർലോക്ക് വെച്ച് അടച്ചിട്ട് കാര്യമുണ്ടോ? അവിടെ ഉപകരണം വേണ്ടേ? അല്ലേ? ഇപ്പം വേറൊരു ആശുപത്രിയിൽ ഡോക്ടറിനല്ലേ ബോർഡ് പതിച്ചത്, ഇവിടെ ഇന്ന ഉപകരണങ്ങളില്ല, ഇവിടെ ഓപ്പറേഷൻ നടത്തുന്നത് അപകടമാണ്, റിസ്ക് ആണെന്ന് പറഞ്ഞിട്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഹർഷിന എന്ന് പറഞ്ഞ വീട്ടമ്മയുടെ വയറ്റിനകത്തായിരുന്നു കത്രിക. അവരിപ്പോൾ രക്ഷപ്പെട്ടു, പക്ഷെ അവർക്കൊരു നഷ്ടപരിഹാരം കിട്ടിയിട്ടില്ല. അപ്പോൾ അവിടെ ഉഷ എന്ന് പേരായിട്ടൊരു വീട്ടമ്മയുടെ വയറ്റിൽ കത്രിക, അല്ലേ? അടിച്ചു നോക്കൂ. അപ്പോൾ നിങ്ങൾ കെട്ടിടമാണോ ചികിത്സ എന്ന് പറയുന്നത്? ഒരു കത്രിക എവിടെയാണ് വെച്ച് മറക്കേണ്ടതെന്ന് ഡോക്ടർക്ക് അറിയുന്നില്ല. അപ്പോൾ അതെന്ന് പറഞ്ഞ മറുപടി എന്താ? അത് 5 കൊല്ലം ഇരുന്നാലും 15 കൊല്ലം ഇരുന്നാലും കുഴപ്പമില്ല. ഒരു ഡോക്ടറായി പറയുന്നത്, നിങ്ങളുടെ നാട്ടിലെ മെഡിക്കൽ കോളേജിലെ പ്രൊഫസറായി റിട്ടയർ ചെയ്ത ഒരു മുതിർന്ന ലേഡി ഡോക്ടർ പറയാണ്, ഒരു സിസേഴ്സ് നിങ്ങളുടെ വയറ്റിലിരുന്നാൽ കുഴപ്പമില്ല. പിന്നെ എന്താ പറഞ്ഞത്? വേണ്ടത്ര സ്റ്റാഫ് ഇല്ലാത്തതുകൊണ്ട് എണ്ണി നോക്കാൻ പറ്റിയില്ല. ഇത് എത്ര ഉപകരണം കൊണ്ടുവന്ന ഉപകരണം മുഴുവൻ തിരിച്ചു കൊണ്ടുവന്ന് എണ്ണി നോക്കാൻ ഈ ഡോക്ടർക്ക് എന്താ പണി? അനുഭവിച്ചു നോക്കൂ. അവരെ രക്ഷിക്കുകയാണ്. എന്നിട്ട് പറയാണ് അമേരിക്കൻ നിലവാരം ഉണ്ട് ഇവിടെ. അമേരിക്കൻ നാൾ ഇങ്ങോട്ട് വരികയാണ്. നടക്കുന്നത് എന്താ? ഇവിടുന്ന് അമേരിക്കയിലേക്ക് പോകണം. ആര്? വല്ലവരും അല്ല, നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകും ചികിത്സയ്ക്ക്. എന്നാൽ പിന്നെ ഇവിടെ ഇരുന്നാൽ പോരെ. ഇവരാരും മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്ക് പോകില്ല. ഭരണകക്ഷി മാത്രമല്ല, പ്രതിപക്ഷ നേതാക്കന്മാർ പോകും. അവർ പോകുന്നത് എവിടെയാണ്? കേരളത്തിലുള്ള സ്വകാര്യ ആശുപത്രിയിൽ, അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത്. ഇപ്പോൾ ഉദാഹരണം മദുരാശിയിൽ, ചെന്നൈയിൽ അപ്പോളോ ഹോസ്പിറ്റൽ, അല്ലെങ്കിൽ ബോംബെയിൽ, അല്ലെങ്കിൽ ന്യൂയോർക്കിൽ. ഇതാണല്ലോ. അപ്പോൾ ഇവിടുത്തെ വികസനം എന്ന് പറഞ്ഞാൽ എന്താ? അത് ബിൽഡിംഗ് ആണ്, പാലമാണ്, റോഡാണ് എന്ന് പഠിപ്പിച്ചിരിക്കുകയാണ്. ഇപ്പോൾ സ്കൂളുകളിൽ നല്ല ബിൽഡിംഗ് ഉണ്ട്. വിദ്യാഭ്യാസ നിലവാരം ഉയരുന്നതിനാണല്ലോ വികസനം എന്ന് പറയാം, അല്ലേ? 10ാം തരത്തിൽ A+ പാസ്സായ കുട്ടികൾക്ക് തന്നെ ഭൂരിപക്ഷത്തിനും മലയാള അക്ഷരം എഴുതാനും വായിക്കാനും അറിയില്ല എന്ന് പറഞ്ഞാൽ ആരാ? ഇവിടുത്തെ DPI എന്ന് പറയുന്നത് വിദ്യാഭ്യാസ മേഖലയിൽ ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥൻ്റെ പേരാണ്. അദ്ദേഹമാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞത്. എന്നിട്ട് ആ അന്വേഷണം എന്താണെന്നറിയോ? 10 കുട്ടികളെ വിളിച്ചിരുത്തി കേട്ടെടുത്ത് കൊടുക്കുകയാണ് ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി വേണ്ടത്. അറിയാലോ, കേട്ടെടുത്ത് കൊടുത്താൽ അറിയില്ല, അതിന് അക്ഷരം എഴുതാനും വായിക്കാനും അറിയാം. ചെയ്താൽ എന്താ? DPIയുടെ പ്രസംഗം പുറത്തേക്ക് ചോർത്തി കൊടുത്ത ആരാന്ന് അന്വേഷിച്ച്. എങ്ങനെയുണ്ട് അന്വേഷണം? ഇതാണ് ഈ നടക്കുന്നത്. മനസ്സിലാവുണ്ടോ? പക്ഷെ നമ്മൾ കേരളത്തിലേക്ക് വരുന്നതിന് മുൻപ് ഒരു 2 ക്ലാരിഫിക്കേഷനും കൂടിയാണ്. ഒന്ന്, ഇപ്പം നരേന്ദ്രമോദിയുടെ ഇസ്രായേൽ ബന്ധത്തെ മാഷ് എങ്ങനെയാണ് കാണുന്നത്? ഇസ്രായേൽ ബന്ധം എന്ന് പറയുമ്പോൾ
അത് നമുക്ക് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ളത് ഉണ്ടാകുമോ? പോസിറ്റീവായിട്ടുള്ളത് ഞാൻ പറഞ്ഞത്, വേറൊരു നാടുമായിട്ട് നല്ല ബന്ധം വേണ്ട എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ അവർ കാണിക്കുന്ന അക്രമത്തെയും അന്യായത്തെയും നമ്മൾ വാക്കുകൊണ്ട് അനുകൂലിക്കുകയോ മൗനം കൊണ്ട് അനുവദിക്കുകയോ പാടില്ല. അതാണ് പ്രശ്നം. ഇപ്പോൾ നിങ്ങൾ ഇസ്രായേൽ രൂപം കൊണ്ട് കൊല്ലത്തിലായി 10-75 കൊല്ലമായി, 48 ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എംബസി ഇല്ല, അല്ലെങ്കിൽ ഇവിടെ അവരുടെ എംബസി ഓർക്കാൻ സമ്മതിക്കുന്നില്ല, അല്ലെങ്കിൽ അവിടെ കുട്ടിക്ക് പഠിക്കാൻ പോകാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടുന്ന് ഒരാൾ കല്യാണം കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ജോലിക്ക് പോകാൻ പാടില്ല, അല്ലെങ്കിൽ അവിടെ കാണാൻ പോകാൻ പാടില്ല. ഇതൊന്നും വേണമെന്ന് ഞാൻ പറയില്ല. പക്ഷേ വേറൊന്നുണ്ട്, അമേരിക്ക ആണെങ്കിലും ഇസ്രായേൽ ആണെങ്കിലും സൗദി അറേബ്യ ആണെങ്കിലും അന്യായം കാണിക്കുമ്പോൾ അന്യായമാണെന്ന് പറയണം. ഇപ്പോൾ ഹൂത്തികളോട് സൗദി അറേബ്യ അന്യായം കാണിക്കുമ്പോൾ അത് അന്യായമാണെന്ന് പറയണം. അമേരിക്ക അന്യായം കാണിക്കുമ്പോൾ അന്യായമാണെന്ന് പറയണം. പുടിൻ യുക്രൈനോട് അന്യായം കാണിക്കുമ്പോൾ അന്യായമാണെന്ന് പറയണം. ഇത് പറയുന്ന നേതൃത്വമാണ് ഇന്ത്യക്ക് എന്നുണ്ടായിരുന്നത്. ഇന്ത്യ എന്ന് പറയുന്നു, പണ്ട് തന്നെ ഇന്ത്യൻ ഈ സ്വാതന്ത്ര്യ കിട്ടുന്നതിന് മുമ്പ് തന്നെ ഗാന്ധി എന്ത് പറയുന്നു നോക്കിയിരുന്നു, പിന്നെ നെഹ്റു എന്ത് പറയുന്നു നോക്കിയിരുന്നു. വലിയൊരുമല്ല, വലിയ രാഷ്ട്രത്തലവന്മാർ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ ഇറ്റലിയിൽ നെഹ്റുവിൻ്റെ ഭാര്യ കമല നെഹ്റുവിന് ചികിത്സയ്ക്ക് പോയിരുന്നു നെഹ്റു. അപ്പോൾ നെഹ്റു എയർപോർട്ടിലുണ്ട് എന്നറിഞ്ഞിട്ട് മുസോളിനി ഒരു ആളെ പറഞ്ഞയച്ചു അദ്ദേഹത്തെ ഒന്ന് കാണുന്നിട്ട്. അപ്പോൾ നെഹ്റു ആദ്യം പറഞ്ഞു, എനിക്ക് ഇന്ന ഫ്ലൈറ്റിന് പോകണം, അതുകൊണ്ട് സമയമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം അവിടെ ചക്രവർത്തിയാണല്ലോ, മുസോളിനി അല്ലേ ഇറ്റലി ഭരിക്കുന്നത്. അപ്പോൾ മുസോളിനി രണ്ടാമത് പറഞ്ഞയച്ചു, ഏത് ഫ്ലൈറ്റ് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഏർപ്പാടാക്കാം. അപ്പോൾ നെഹ്റു പറഞ്ഞു, എനിക്ക് കാണാൻ താല്പര്യമില്ല. ഇതൊക്കെ സ്വാതന്ത്ര്യം കിട്ടുന്ന മുമ്പത്തെ ഏരിയ പറഞ്ഞത്. അപ്പോൾ ഇന്ത്യയുടെ ശബ്ദത്തിനൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. അതിപ്പോൾ UN VK കൃഷ്ണമോഹൻ സംസാരിക്കുമ്പോൾ ആ പ്രത്യേകത ഉണ്ടായിരുന്നു. ഇന്നത് നഷ്ടപ്പെട്ടു. നിങ്ങളിപ്പോൾ അമേരിക്ക റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങാൻ സമ്മതം കൊടുത്താൽ മാത്രം എണ്ണ വാങ്ങാൻ കഴിയുന്ന രാഷ്ട്രമായിട്ട് ഇന്ത്യ മാറി. അമേരിക്കൻ ചേരിയിലാണ് ഇപ്പോൾ ഇന്ത്യ ഉള്ളത്. അമേരിക്കൻ ചേരിയുടെ ഭാഗമാണ് ഇസ്രായേൽ. ഇതാണ് പ്രശ്നം. നെഹ്റുവിൻ്റെ ചേരിചേരാ നയം, നോൺ അലൈൻമെൻറ്റ്, അതാണ് ഇന്ത്യക്ക് വേണ്ടത്. എന്താ കാരണം, നമുക്കിപ്പോൾ ആഫ്രിക്കയിലെ അന്യായം നടക്കുമ്പോൾ എല്ലാ നാടുകളിലെയും വിമോചന സമരങ്ങളുടെ കൂടെയായിരുന്നു ഇന്ത്യ. ഇന്ത്യയുടെ വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ അതായിരുന്നു. ഇന്നിപ്പോൾ ഇന്ത്യക്ക് അങ്ങനെ ഒരു പേരുണ്ടോ? ഇന്ത്യക്കിപ്പോൾ പ്രധാനം കച്ചവടമാണ്. കച്ചവടം വേണ്ടേ? കച്ചവടം മാത്രം പോരാ. ഇപ്പോൾ അറബ് നാടുകളായിട്ട് നമുക്ക് നല്ല ബന്ധമാണ്. കാരണം നമ്മുടെ ആളുകൾ, പ്രത്യേകിച്ച് മലയാളികൾ, ഇന്ത്യക്കാർ പൊതുവിലും വിശേഷിച്ച് മലയാളികൾ, ഇപ്പോൾ ഹൈദരാബാദികൾ, മലയാളികളൊക്കെ ഗൾഫ് നാടുകൾക്ക് ധാരാളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് നല്ല ബന്ധം വേണമല്ലോ. അയൽപക്ക ബന്ധങ്ങൾ നന്നായിരിക്കണമല്ലോ. അത് നശിപ്പിച്ച മുഴുവൻ ചൈനയാണ്. 1962 നെഹ്റുവിനെ അമ്പരപ്പിച്ചുകൊണ്ട് നെഹ്റു മരിച്ചുപോയത് അങ്ങനെയെന്നൊരു വാദമുണ്ട്. 64 നെഹ്റു മരിക്കുന്നത്. നെഹ്റുവിനെ ഏറ്റവും അധികം ബാധിച്ചത് ആ ചൈനയുടെ ചതിയാണ്. അന്ന് ഞങ്ങൾ കുട്ടിക്കാലത്ത് കേൾക്കുന്നതിന് മുദ്രാവാക്യം ഹിന്ദി ചീന ഭായി ഭായി എന്നാണ്. അന്ന് പഞ്ചശീലമുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക്. ഇതൊക്കെ കാറ്റിൽ പറത്തുകൊണ്ട് ഇപ്പം തന്നെ അവരെന്താ ചെയ്യുന്നത്? അരുണാചൽ പ്രദേശ് ചൈനയുടെ ഭാഗമെന്ന് അവർ പറയുന്നില്ലേ? അറിയിച്ചു. അപ്പോൾ ഈ തരത്തിലുള്ള പല പ്രശ്നം ഉണ്ടാകുമ്പോൾ ഇന്ത്യ പറയുന്നത് എന്താണ്? ഇന്ത്യ ഒരു മധ്യത്തിൽ നിന്ന് സംസാരിച്ച് മോദി സംസാരിച്ചാൽ കേട്ടിട്ടേ ഇല്ല. ന്യായത്തിന് വേണ്ടി, നീതിക്ക് വേണ്ടി നമ്മുടെ താല്പര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് എണ്ണ വേണം, അല്ലെങ്കിൽ ഒന്നിൽ എണ്ണ വാങ്ങണം, അല്ലെങ്കിൽ എണ്ണ വിൽക്കണം, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങൾ ഇങ്ങോട്ട് വാങ്ങണം, അല്ലെങ്കിൽ നിങ്ങളുടെ ഉൽപ്പന്നങ്ങൾ അങ്ങോട്ട് വിൽക്കണം. ഇതൊക്കെ കച്ചവടമാണ്. കച്ചവടക്കാരൻ അയൽപക്കത്തുള്ളതുകൊണ്ട് നല്ല ബന്ധം ഉണ്ടാവും. അത് അയൽപക്ക ബന്ധത്തിന് വേണ്ടിയല്ല, കച്ചവടത്തിന് വേണ്ടിയാണ്. അതാണ് ഇന്ന് നടക്കുന്നത്. ഇന്ത്യക്ക് അങ്ങനെ ഒരു വലിയ അന്തസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 20ാം നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചിന്തകനായിട്ട് ലോകം മുഴുവൻ അന്ന് കണ്ടിരുന്ന ഒരാൾ ഗാന്ധിയാണ്, വേറൊരാൾ നെഹ്റുവാണ്. ആ നേതൃത്വമോ ആ മഹത്വമോ ആ അന്തസ്സോ ഒന്നും ഇപ്പം ഇന്ന് ഇന്ത്യക്കില്ല. ഒരു സാധാരണ പ്രധാനമന്ത്രിയാണ് മോദി. അതേ അങ്ങനെ ഒരു വാചകം പറഞ്ഞ് ഞാൻ ജീവിതത്തിൽ കേട്ടിട്ടില്ല. പിന്നെ മാഷ് ഈ ഇസ്രായേൽ പ്രശ്നത്തെ പറ്റി പറഞ്ഞല്ലോ. ഈ ഗസയിലുള്ള ഹമാസിനെ മാഷ് അനുകൂലിക്കുന്നില്ല എന്ന്? ഞാൻ അനുകൂലിക്കുന്നില്ല. ഹമാസ് ഒരു തീവ്രവാദ സംഘടനയാണ്. അല്ല, ആ പ്രശ്നം ആയുധം കൊണ്ട് പരിഹരിക്കാമെന്ന് വിചാരിച്ചാൽ ഒരു പ്രശ്നവും ആയുധം കൊണ്ട് പരിഹരിക്കാൻ പറ്റില്ല. അത് ട്രംപ് വിചാരിച്ചാലും ഹമാസ് വിചാരിച്ചാലും RSS വിചാരിച്ചാലും ജമാഅത്തെ ഇസ്ലാമി വിചാരിച്ചാലും ഒക്കെ ഞാൻ അതിനെതിരാണ്. കാരണം അങ്ങനെ ഒരു പരിഹാരമില്ല. ഇപ്പോൾ ബംഗ്ലാദേശിൽ ജമാഅത്തെ ഇസ്ലാമി വലിയ അക്രമം കാണിക്കുന്ന ഒരു കൂട്ടരാണ്. ഇപ്പം ഇന്ത്യയിൽ അവരങ്ങനെ ആയുധം എടുക്കുന്നില്ല. പക്ഷെ അവരുടെ ആശയം അതാണ്. പാകിസ്ഥാനിൽ അവരിപ്പോൾ അങ്ങനെ ഇല്ല. അവർ വളരെ ശക്തമാണ് ബംഗ്ലാദേശിൽ. ഉദാഹരണം പറയണം, ഞാൻ അതിനെതിരാണ്. നിങ്ങൾക്ക് എന്ത് ആശയമുണ്ട്? ഇപ്പോൾ CJ തോമസ് ചോദിക്കുന്നുണ്ട്, ഒരു മനുഷ്യനെ കൊന്നിട്ട് സ്ഥാപിക്കേണ്ട വല്ല ആശയമുണ്ടോ? അങ്ങനെ ഒരു ആശയമില്ലല്ലോ. അപ്പോൾ ട്രംപ് ഒരു യുദ്ധക്കൊതിയനാണ്, പുടിൻ ഒരു യുദ്ധക്കൊതിയനാണ്.
ഇതുപോലെ ചൈനയ്ക്കൊക്കെ ഇതാണ്. അവർ എന്താണ് അമേരിക്കയുടെ പ്രശ്നം? അവർ ഉൽപ്പാദിപ്പിക്കുന്ന എന്താ? ആയുധങ്ങളാണ്. അപ്പോൾ അവരുടെ കച്ചവടം നടക്കണ യുദ്ധം വേണം. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇറാൻ ഇറാഖ് യുദ്ധകാലത്ത് ഇറാൻ ഇസ്രായേലിൽ നിന്ന് ആയുധം വാങ്ങിയിരുന്നു. അതിൻ്റെ ഇടയാളം ആരാന്നറിയോ? അമേരിക്കയാണ്. എങ്ങനെയുണ്ട്? 1980-88 കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ ലോകത്തിൽ മറ്റു പലരും ഭക്ഷണം, പഴങ്ങൾ, പച്ചക്കറികൾ, വസ്ത്രം, പേന, വാച്ച്, കമ്പ്യൂട്ടർ, കാറ് ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുകയാണ്. ഇവരെന്താ ഉൽപ്പാദിപ്പിക്കുന്നത്? അമേരിക്ക. ഈ ബോംബും മിസൈലും ഈ യുദ്ധവിമാനവും മാത്രം അവർ ഉൽപ്പാദിപ്പിക്കുന്നത്. നിങ്ങൾ മൊബൈൽ ഫോൺ വാങ്ങുന്നു, ആരുടെ മൊബൈൽ ഫോണാണ്? ജപ്പാനിൽ നിന്ന് വരുന്നതാണ്. കമ്പ്യൂട്ടർ ജപ്പാനിൽ നിന്ന് വരുന്നതാണ്. കണ്ടോ വ്യത്യാസം? കണ്ടോ? അവനും അതാ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ആയുധങ്ങൾ ഉൽപ്പാദിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് എന്താ? അത് വിൽക്കണം. അത് വിൽക്കാൻ എന്താണ്? യുദ്ധം വേണം. എന്നിട്ട് ഈ ചങ്ങാതി പറയാം എനിക്ക് സമാധാന നോബൽ സമ്മാനം വേണം. ഗാന്ധിക്ക് കിട്ടിയിട്ടില്ല. ഗാന്ധിക്ക് ആവശ്യം ഉണ്ടായിരുന്നില്ല. സമാധാനത്തിന് നോബൽ സമ്മാനം ഗാന്ധിക്ക് കിട്ടിയിട്ടില്ല. 5 വട്ടം ഗാന്ധിയുടെ പേര് വന്നു. 38 മുതൽ 5 കൊല്ലം, 5 തവണ അത് വന്നു. 5 കൊല്ലമല്ല, 5 തവണ. ഗാന്ധിക്ക് കിട്ടാത്തതുകൊണ്ട് ഗാന്ധിക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായി, നമുക്കൊരു ബുദ്ധിമുട്ടില്ല. അവന് പോയി. ആർക്ക്? നോബൽ സമ്മാന ദാതാവിന് പോയി. ഗാന്ധിക്ക് കൊടുത്തില്ലല്ലോ. ടോൾസ്റ്റോയ്ക്ക് കൊടുത്തിട്ടില്ല. ലോകത്തിലെ ഏറ്റവും വലിയ സാഹിത്യകാരൻ ആരാന്ന് ചോദിച്ചാൽ ഒരുമാതിരി ആളൊക്കെ പറയുന്ന പേരാ ടോൾസ്റ്റോയ്. കൊടുത്തിട്ടില്ല. അല്ല, അതൊന്നൊരു വിഷയമല്ല ഞാൻ പറഞ്ഞത്. അതിൻ്റെ പരിഹാസത പറയണേ. അയാൾ ആവശ്യപ്പെടുന്നതേ വിലക്ക് കിട്ടുന്നതാണെങ്കിൽ എത്ര കോടി കൊടുത്ത ആളത് മേടിച്ചേനെ. അത് വിലക്ക് കിട്ടുന്നില്ല. ഇപ്പം ഇനി വിലക്ക് കിട്ടുമെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടോ. എന്നപ്പം അവർ അവാർഡ് കൊടുത്ത ഒരു സ്ത്രീ അതുകൊണ്ട് ഇയാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞു. എന്താ ഇതിനൊക്കെ അർത്ഥമുള്ളത്? പിന്നെ മാഷെ, ഇപ്പോൾ നമ്മൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടായിട്ടുള്ള ഒരു അന്താരാഷ്ട്ര സംഭവം എന്ന് പറഞ്ഞത് ഇസ്രായേലിൻ്റെ ഗസയിലുള്ള ആക്രമണങ്ങളാണ്. അതേസമയം മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ഇത്തരം കൊലപാതകങ്ങളോ മരണങ്ങളോ ഒന്നും കേരളത്തിലധികം ചർച്ചയാകുന്നില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ബംഗ്ലാദേശിൽ ഉണ്ടാകുന്ന സംഗതി, ഇറാനിൽ ഖൊമേനി തൻ്റെ സ്വന്തം ജനങ്ങൾക്ക് നേർക്ക് ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള മർദ്ദനമുഷ്ടി ഉപയോഗിച്ചുകൊണ്ട് അവരെ അടിച്ചമർത്തുന്ന രീതികളൊന്നും നമ്മളധികം ചർച്ച ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണ് കേരളത്തിൻ്റെ ഒരു സാംസ്കാരിക തലം ഈ ഗസയിലും മറ്റും ചുരുങ്ങിക്കിടക്കുകയും മറ്റ് രാജ്യങ്ങളിലൊന്നും സംഭവിക്കുന്ന ഇത്തരം മനുഷ്യത്വ വിരുദ്ധമായിട്ടുള്ള ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോട് പ്രതികരിക്കുകയും ചെയ്യാത്തത്? നിങ്ങളുടെ ഈ ധാരണ ശരിയല്ല. അതായത് ഗാസ പ്രശ്നത്തെക്കാൾ ചർച്ച ചെയ്ത പ്രശ്നമാണ് സദ്ദാം ഹുസൈൻ്റെ. അപ്പോൾ സദ്ദാം ഹുസൈനെ 2006 തൂക്കിക്കൊന്നു. ലോകത്തിലാകെ ഹർത്താൽ നടന്ന കേരളത്തിലാണ്. പരിപാടി നടന്നില്ല. കേരളത്തിലെ കാര്യം വളരെ ലളിതമാണ്. മുസ്ലിങ്ങളെ പ്രീണിപ്പിക്കാനുള്ള വർത്തമാനമാണ് ഇവിടുത്തെ എല്ലാ പാർട്ടിക്കാരും നടത്തുന്നത്. അതിലെ 1-ാം നമ്പർ പാർട്ടി എന്ന് പറഞ്ഞാൽ CPM ആണ്. ഇപ്പോൾ സദ്ദാം ഹുസൈൻ എന്താ ചെയ്തത്? സദ്ദാം ഹുസൈൻ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവാണ്. ബയസ് പാർട്ടി എന്നാണ് അതിൻ്റെ പേര്. അതിൻ്റെ ആദർശമായിട്ട് അവർ പറയാറുള്ളത് സോഷ്യലിസ്റ്റാണ്. അതേ സമയത്ത് പട്ടാളക്കാരനുമാണ്. അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ സദ്ദാം ഹുസൈൻ അവിടെ ആദ്യം ചെയ്തത് കമ്മ്യൂണിസ്റ്റുകാരെ ഒതുക്കുകയാണ്. അവരെ നാട് കടത്തുക, അല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തുക, അല്ലെങ്കിൽ അവരെ കൊല്ലുക, അല്ലെങ്കിൽ തടവിലിടുക. രണ്ടാമത് ഒതുക്കിയത് ആരെയാണ്? ഇസ്ലാമിസ്റ്റുകളെയാണ്. കാരണം അദ്ദേഹത്തിന് ഇസ്ലാമിസം ഒന്നുമില്ല. അദ്ദേഹം മതരാഷ്ട്രവാദി ഒന്നുമല്ല. അദ്ദേഹം അറബ് ദേശീയത വേണമെങ്കിൽ എടുക്കാം, മറ്റൊന്നും വയ്യ എന്നുള്ള ഇസ്ലാമൊന്നും. ഈ 2 കൂട്ടരാണ് ഇവിടെ സദ്ദാമിൻ്റെ ആൾക്കാരായിട്ട് പ്രത്യക്ഷപ്പെട്ടത്. ആര്? ജമാഅത്തെ ഇസ്ലാമിക്കാരും CPMകാരും. അപ്പോൾ 2003 തൊട്ട് ഇവിടുത്തെ വലിയ പ്രശ്നം, രാഷ്ട്രീയത്തിലെ പ്രശ്നം ചർച്ച സദ്ദാം ഹുസൈൻ ആയിരുന്നല്ലോ. ഇവിടുത്തെ ആദിവാസികൾ ഊണ് കഴിച്ചിട്ടുണ്ടോ? ദലിതർക്ക് വല്ല പ്രശ്നമുണ്ടോ? പ്രകൃതിക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇവിടെ സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ലാതെ ഇതൊന്നുമല്ല ചർച്ച. ഞാൻ നിങ്ങൾക്ക് ഉണ്ടായൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. സദ്ദാം ഹുസൈനെ തൂക്കിക്കൊന്ന അന്ന് ഞാൻ കോഴിക്കോട്ട് മനോരമ ചാനലിലെ സ്റ്റുഡിയോനകത്ത് ഇരിക്കുകയാണ്. അപ്പോൾ അതൊന്ന് ബക്രീദ് ദിനത്തിലാണ്, വലിയ പെരുന്നാളിൻ്റെ അന്ന്. വളരെ പ്രകോപനം ഉണ്ടാക്കുന്ന മട്ടിലാണ് അമേരിക്ക ചെയ്ത്. അന്ന് തന്നെ രാവിലെ തൂക്കി വന്നു, അത് മുൻകൂട്ടി പറയാതെ. അപ്പോൾ കോഴിക്കോട് സദ്ദാം ബീച്ചുണ്ട്. സദ്ദാം ബീച്ചിൽ ഒരു പാവപ്പെട്ട 10-50 വയസ്സുള്ള ഒരു മുസ്ലിം സ്ത്രീയോട് മനോരമയുടെ റിപ്പോർട്ടർ ചോദിക്കുകയാണ്, ഈ സദ്ദാം മരിച്ചിട്ട് നിങ്ങൾക്ക് വലിയ അങ്ങനെ മക്കളെ അങ്ങനെ, അപ്പോൾ എന്താണ് കാരണം? അപ്പോൾ ആ സ്ത്രീ വളരെ നിഷ്കളങ്കമായിട്ട് സാധു പറയാണ്, മക്കളെ മൂപ്പരുണ്ടായിട്ടല്ലേ ഞമ്മക്ക് റേഷൻ കാർഡ് കിട്ടിയത്. അപ്പോൾ ഇവിടുത്തെ പ്രചാരകരുടെ ഊക്കയം പറഞ്ഞത്
ഇവിടെ എത്രയോ സ്ഥലത്ത് എത്രയോ കുട്ടിക്ക് സദ്ദാം എന്ന് പേരുണ്ടല്ലോ. സദ്ദാമിൻ്റെ ബസ് സ്റ്റോപ്പ് ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ബീച്ച് ഉണ്ടല്ലോ. സദ്ദാം ഹുസൈൻ അവിടെ ഇറാഖിൽ അനവധി അന്യായങ്ങൾ കാണിച്ച ഒരാളാണ്. അപ്പം ഞാൻ ഏറ്റവും പ്രധാനപ്പെട്ട അന്യായം, അദ്ദേഹം ഇറാനിൽ അമേരിക്ക തോറ്റു 1979. അന്ന് അമേരിക്കയുടെ ഒരു വാലാണ് ഈ സദ്ദാം ഹുസൈൻ. 1980 തൊട്ട് 88 വരെ അദ്ദേഹം ഇറാനുമായിട്ട് യുദ്ധം ചെയ്യാം, ഒരു അതിർതർക്കൊക്കെ പറഞ്ഞിട്ട് 8 കൊല്ലം. അതായത് അമേരിക്കക്ക് വേണ്ടി അവിടുത്തെ അന്നത്തെ നിലക്ക് ജനങ്ങൾ ഓടിച്ചാണ് ഷാ ചക്രവർത്തിയെ, അമേരിക്കൻ പിന്തുണയുള്ള അയാൾ ഈജിപ്തിലേക്ക് ഓടിപ്പോയി, അവിടെ അയാൾ മരിച്ചത്. ഈ ചങ്ങാതി ഇത് കഴിഞ്ഞിട്ട് 91 എൻ്റെ ഓർമ്മ കുവൈത്തിനെ ആക്രമിക്കുന്നു. എത്രയോ മലയാളികൾക്ക് വളരെ കഷ്ടമുണ്ടായൊരു സംഗതി അത്. കുവൈത്തിൽ എത്ര ലക്ഷം മലയാളികളുണ്ടായിരുന്നു. അത് അപ്പോൾ അമേരിക്ക ഇയാൾ തമ്മിൽ എതിരായി. അമേരിക്കയാണ് വാസ്തവത്തിൽ കുവൈത്തിനെ സഹായിച്ചിട്ട് സദ്ദാമിനെ ഓടിക്കുന്നത്. ഇത്രയധികം ജനാധിപത്യ വിരുദ്ധമായി വേണ്ട മലയാളി വിരുദ്ധമായി പെരുമാറിയ ഒരാളാണ് ആര്? സദ്ദാം. കമ്മ്യൂണിസ്റ്റ് വിരുദ്ധനാണ്, ഇസ്ലാമിസ്റ്റ് വിരുദ്ധനാണ്. ഈ മലയാളി വിരോധമോ ഇറാൻ ഇറാഖ് യുദ്ധമോ ഒന്നും അമേരിക്കയ്ക്ക് വേണ്ടി എത്രയെങ്കിലും സേവപ്പണി ചെയ്ത ആളാണ് സദ്ദാം. എന്നിട്ടല്ലേ അയാൾ സഹായിക്കുന്നവർ. പിണങ്ങിയപ്പോഴാണ് അയാൾ കുവൈത്ത് ആക്രമിച്ചപ്പോഴാണ്. കുവൈത്ത് ആക്രമിക്കുക അമേരിക്കയുടെ താല്പര്യത്തിനെതിരാണത്. അയാൾ കുവൈത്തിനെ സ്വന്തം രാഷ്ട്രത്തോട് കൂട്ടിച്ചേർക്കാൻ പോയതാ. മനസ്സിലാവുണ്ടോ? അന്ന് ഇവിടുന്ന് തുടങ്ങിയത് EMS ആണ് എൻ്റെ ഓർമ്മ, സദ്ദാമിനെ പിന്തുണയ്ക്കുന്നത്. അപ്പോൾ ഇതിൽ ഇവിടുത്തെ പ്രശ്നം നിങ്ങളിത് മാത്രം ആലോചിച്ചാൽ മതി. മുസ്ലിങ്ങളുടെ മതവികാരത്തെ ഉണർത്തിയെടുത്ത് വോട്ടാക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടാണ് ഇവിടുത്തെ എല്ലാ പാർട്ടിയും പിന്തുണ പ്രഖ്യാപിക്കലും വർത്താനം പറയലൊക്കെ. അത് ഗാസയിൽ നടക്കും. ഇപ്പോൾ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിൽ യുദ്ധമാണല്ലോ. ഇപ്പോൾ അവിടെ എത്ര ആൾ മരിക്കുന്നുണ്ട്, പെൺകുട്ടികൾ മരിക്കുന്നുണ്ട്, ആൺകുട്ടികൾ മരിക്കുന്നുണ്ട്, വീട്ടമ്മമാർ മരിക്കുന്നുണ്ട്. ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. കാരണം നിങ്ങൾക്ക് പക്ഷം പിടിക്കാൻ പറ്റില്ല. അഫ്ഗാനിസ്ഥാനിൽ ഈ പൈശാചിക സംഘമാണ് ഈ താലിബാൻ എന്ന് പറയുന്നത്. അവർ രണ്ടാമത് അധികാരത്തിൽ വന്നപ്പോൾ കോഴിക്കോട് നിറങ്ങുന്ന മാധ്യമം പത്രം കൊടുത്ത ഹെഡിങ് എന്താണെന്നറിയോ? അഫ്ഗാൻ വീണ്ടും സ്വതന്ത്രമായി എന്നാണ്. ഏത് ഈ താലിബാനെ കുറിച്ച്? ഏത് താലിബാൻ? സ്ത്രീകൾ എഴുത്ത് പഠിക്കാൻ പാടില്ല, സ്ത്രീകൾ സാമൂഹികം അനുഭവിക്കാൻ പാടില്ല, ജോലിക്ക് പോകാൻ പാടില്ല, പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറയുന്ന താലിബാൻ. ഇപ്പോൾ അടിമത്തം നിയമവിധേയമാക്കിയ താലിബാൻ. 7-ാം നൂറ്റാണ്ടിലെ ജീവിതം മതി എന്ന് പറയുന്ന പൈശാചിക സംഘമാണ്. എന്ത് അക്രമം കാണിക്കാൻ മടിയില്ലാത്ത കൂട്ടരാ. മനസ്സിലായോ? ഇപ്പോൾ ഇവിടെ ഞാൻ നല്ല ഉദാഹരണം നിങ്ങൾ പറഞ്ഞുതരാം, ഇതിനേക്കാൾ നല്ല ഉദാഹരണം പറഞ്ഞുതരാം. സദ്ദാം ഹുസൈനെ അമേരിക്ക നിയമിച്ചൊരു പാവ ഗവൺമെൻറ് തൂക്കിക്കൊന്നു. എവിടെ? ഇറാഖിൽ. എന്താ കാരണം? ഈ ഇറാഖിലെ സദ്ദാം എന്ന് പറയുന്നത് സുന്നിയാണ്. അവിടെ വേറൊരു വിഭാഗങ്ങളിൽ ഷിയാക്കളാണ്. 348 ഷിയാക്കളെ അന്യായമായി കൊന്നു എന്നുള്ള കേസിൽ കോടതി ഇദ്ദേഹത്തെ കുറ്റവാളിയായിട്ട് വിധിച്ചു, തൂക്കാൻ വിധിച്ചു. അമേരിക്ക തൂക്കിക്കൊന്നു. ഇതിൻ്റെ പ്രതികരണം എന്നുള്ള നിലയ്ക്ക് ഉണ്ടാവുന്ന സാധനമാണ് ഇസ്ലാമിക് സ്റ്റേറ്റ്, IS. അതൊരു സുന്നി ഭീകര സംഘമാണ്. അപ്പോൾ ഈ സുന്നി ഭീകര സംഘം എന്നിവിടുത്തെ പത്രങ്ങൾ എഴുതി, തീവ്രവാദി എന്ന് എഴുതി. അപ്പോൾ ഇവിടുത്തെ മുസ്ലിങ്ങൾ പ്രതിഷേധിച്ചു. പ്രധാനമായിട്ട് മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയൊക്കെ പ്രതിഷേധിച്ചു, സുന്നികളൊക്കെ പ്രതിഷേധിച്ചു. അപ്പോൾ നമ്മുടെ പത്രങ്ങൾ അതിൻ്റെ ശൈലി മാറ്റി സുന്നി വിമതന്മാരെന്നാക്കി, ഇറാഖിലെ സുന്നി വിമതന്മാർ. അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ പ്രഖ്യാപിച്ചു, ഞങ്ങൾ സൗദി അറേബ്യ ആക്രമിക്കുന്നു. കാരണം സൗദി ഗവൺമെൻറ് ശരിയല്ല, അത് പൈശാചിക ഗവൺമെൻറ്റാണ് ആക്രമിക്കുന്നു പറഞ്ഞു. അപ്പോൾ സൗദി ഗവൺമെൻറ് പറഞ്ഞു ഇവർ ഭീകരന്മാരാണ്. അപ്പോൾ ഇവിടുത്തെ സംഘടനകൾ പറഞ്ഞു ഭീകരന്മാരാണ്. ഇവിടുത്തെ പത്രങ്ങൾ വീണ്ടും ശൈലി മാറ്റി, സുന്നി ഭീകരന്മാരെന്ന് മാറ്റി. അവർ കുർദുകളോട്, യസീദികളോട്, ഷിയാക്കളോട്, പ്രത്യേകിച്ച് അതിൻ്റെ സ്ത്രീകളോട് കാണിച്ച മുഴുവൻ അന്യായം. അവരങ്ങനെ ആ പെണ്ണുങ്ങളോട് അക്രമം കാണിക്കുന്നതിൻ്റെയും മനുഷ്യനെ തലവെട്ടിക്കൊല്ലുന്നതിൻ്റെയൊക്കെ വീഡിയോ അവരെടുത്ത് പ്രചരിപ്പിച്ചിട്ടുണ്ട് ഇവിടെ. ആ കൂട്ടത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി, ആ പുസ്തകത്തിൻ്റെ പേര് ഒരു യസീദി പെൺകുട്ടി എഴുതിയ ആത്മകഥയുണ്ട്, ദ ലാസ്റ്റ് ഗേൾ, അവസാനത്തെ പെൺകുട്ടി എന്ന് പറഞ്ഞ് നമ്മുടെ മനോരമയിലെ നിഷാ പുരുഷോത്തമൻ പരിഭാഷപ്പെടുത്തി മലയാളത്തിലുണ്ട് ആ പുസ്തകം. യസീദികൾ എന്ന് പറഞ്ഞാൽ മുസ്ലിങ്ങളല്ല, അവർ വേറൊരു മതക്കാരാണ്.
അപ്പോൾ ഇവർ എന്താ പറയുക, അവർ പഴിച്ചുപോയ കൂട്ടരാണ്, അവർ പിന്നെ മാലാഖമാരെ ആരാധിക്കുന്നു, അവിടുന്ന് ആരാധിച്ചോട്ടെ. അപ്പോൾ കുർദുകൾക്ക് എന്താ പ്രശ്നം? കുർദ് എന്ന് പറയുന്നത് ഒരു ഭാഷയുടെ പേരാ. കുർദുകൾ എന്ന് പറഞ്ഞാൽ ആ ഭാഷ സംസാരിക്കുന്നവരാ. ആ കൂട്ടത്തിൽ സുന്നികളും ഷിയാക്കളും ഉണ്ട്. അവരുടെ വ്യത്യാസം ഭാഷ മാത്രമാണ്. ഇറാനിലും ഇറാഖിലും ഒക്കെ കുർദുകളെ വേട്ടയാടുന്നത് നൂറ്റാണ്ടുകളായുള്ളൊരു പണിയാണ്. മനസ്സിലാവുണ്ടോ? അപ്പം അത്തരം ആക്രമിക്കപ്പെടുന്ന, മർദ്ദിക്കപ്പെടുന്ന, അവഗണന, അനീതി അനുഭവിക്കുന്ന സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് ജനാധിപത്യവാദികളുടെ, പ്രത്യേകിച്ച് ഇന്ത്യക്കാരുടെ പണി. ഇന്ത്യയുടെ റോൾ അതാണ്. മനസ്സിലാവുണ്ടോ? അപ്പം ഇതില്ലാതെ നമ്മൾ കച്ചവടം നോക്കിയിട്ട് വർത്തമാനം പറയുക, മിണ്ടാതിരിക്കുക, 5 ദിവസം കഴിഞ്ഞ് വർത്തമാനം പറയുക, ഇതൊക്കെ എന്ത് പീറ പണിയാ? അതൊക്കെ ഒരു പ്രധാനമന്ത്രിക്ക് ചേരുന്നതാണോ? ഒരു രാജ്യത്തിന് ചേരുന്നതാണോ? കച്ചവടമല്ലല്ലോ പ്രധാനം, മൂല്യങ്ങളല്ലേ പ്രധാനം. പക്ഷെ ഒരു കാര്യം കൂടി നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കിയായിട്ട്, ഇപ്പം RSS എന്ന് പറയുന്ന സംഘടന ഹിറ്റ്ലറുമായിട്ട് ഒരു അലയൻസിന് ശ്രമിക്കുകയും അല്ലെങ്കിൽ അതിനെ പിന്തുടരാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് മാഷ് പറഞ്ഞു. അത് വസ്തുതയാണ്. നമ്മൾ അലയൻസ് അല്ല, അവരെ റോൾ മോഡലാക്കി എടുക്കാൻ അത് നമ്മൾ, അതായത് ഹിന്ദു രാഷ്ട്ര സ്ഥാപനത്തിന് അദ്ദേഹം മാതൃകയാണെന്ന് അവർ വിചാരിച്ചു. അപ്പോൾ ഫാസിസം മാതൃകയാണെന്ന് വിചാരിച്ചു. ഹിന്ദു രാഷ്ട്രം എന്ന് പറയുന്നത് ഫാസിസമാണ്, ഇസ്ലാമിക രാഷ്ട്രം എന്ന് പറയുന്നത് ഫാസിസമാണ്, യഹൂദ രാഷ്ട്രം എന്ന് പറയുന്നത് ഫാസിസമാണ്. വളരെ ലളിതമാണ്. അന്യമതക്കാർക്ക് അവിടെ പൗരാവകാശങ്ങൾ ഉണ്ടാവുകയില്ല. ഇപ്പോൾ പാകിസ്ഥാൻ എന്താണ്? ഒരു ഫാസിസ്റ്റ് രാജ്യമാണ്. അത് ഇസ്ലാമിക രാഷ്ട്രമാണ്. അവിടെ ഹിന്ദുക്കൾക്കോ പാർസികൾക്കോ ബൗദ്ധന്മാർക്കോ ക്രിസ്ത്യാനികൾക്കോ പൗരാവകാശങ്ങളില്ല. അത് സ്ത്രീ വിരുദ്ധമാണ്, ജനാധിപത്യ വിരുദ്ധമാണ് ആ ഗവൺമെൻറ്. പക്ഷെ ഞാൻ ചോദിക്കാൻ വന്നത് അതല്ല. അപ്പം നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് ഹിറ്റ്ലറുമായിട്ട് കൂടിച്ചേർന്നുകൊണ്ട് ബ്രിട്ടനെതിരെ പൊരുതാനുള്ള ഒരു ശ്രമമൊക്കെ നടത്തിയിരുന്നു എന്ന് വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെങ്ങനെയാണ് മാഷ് വിലയിരുത്തുന്നത്? അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ നേതൃത്വത്തിൽ ഇപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് വിജയിക്കുകയാണെങ്കിൽ ഇന്ത്യ ഒരു ഹിറ്റ്ലറിൻ്റെ അണ്ടറിലേക്ക് പോവുകയും അതൊരു ഭയങ്കരമായ ഫാഷിസത്തിലേക്ക് പോവുകയും ചെയ്യുമെന്നാണോ നമ്മൾ വിചാരിക്കേണ്ടിയിരുന്നത്? ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ ഹിറ്റ്ലർ സുഭാഷ് ചന്ദ്രബോസിനെ അങ്ങനെ വിലവെച്ചിരുന്നില്ല. കാരണം പട്ടാള പരിചയമില്ലാത്ത ആളാണ് സുഭാഷ് ചന്ദ്രബോസ്. അതേ ഇംഗ്ലണ്ടിൽ ചെന്ന് പഠിച്ചത് നിയമം മറ്റു കാര്യങ്ങളൊക്കെയാണ്. ഹിറ്റ്ലർ അങ്ങനെയല്ല. അദ്ദേഹം 1-ാം ലോകയുദ്ധത്തിൽ പൊരുതിയ പോരാളിയാണ്, സൈനികനാണ് ഹിറ്റ്ലർ. അപ്പോൾ യുദ്ധത്തെപ്പറ്റിയൊക്കെ സൈനിക പരിശീലനം ഇല്ലാത്ത ഒരാളോട് സംസാരിക്കാൻ തന്നെ ഹിറ്റ്ലർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. സുഭാഷ് ചന്ദ്രബോസിന് പിന്തുണ കൊടുത്തത് ജപ്പാനാണ്. അങ്ങനെ ഒരു രാഷ്ട്രം അല്ല ഒരു പ്രദേശം മുക്തമായി. ആൻഡമാൻ നിക്കോബാറാണത്. ഞാൻ അവിടെ പോയിരുന്നു. ആൻഡമാൻ നിക്കോബാറിൽ ഞാൻ 2 വട്ടം പോയിട്ട്. അപ്പോൾ ഇംഗ്ലീഷുകാരിൽ നിന്ന് യുദ്ധം ചെയ്ത് മോചിപ്പിച്ചിട്ട് ഇന്ത്യ ഭരിക്കാൻ വേണ്ടി സുഭാഷ് ചന്ദ്രബോസിന് വിട്ടുകൊടുക്കും ജപ്പാൻ എന്നോ അല്ലെങ്കിൽ ഹിറ്റ്ലർ എന്നോ അല്ലെ മുസോളിനി എന്നോ വിശ്വസിക്കുന്നത് മണ്ടത്തരല്ലേ? അല്ലേ? ഹിറ്റ്ലർക്ക് എന്താ വേണ്ടിയിരുന്നത്? ഹിറ്റ്ലർക്ക് വേണ്ടിയിരുന്നത് ജർമ്മനിയുടെ ഒരു സാമ്രാജ്യമാണ്. മുസോളിനിക്ക് എന്താ വേണ്ടിയിരുന്നത്? പഴയ അതേ ഇറ്റലിയിലാണല്ലോ റോമാ സാമ്രാജ്യം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിരുന്നത്. ജപ്പാനും വേണ്ടിയിരുന്നത് തന്നെയാണ്. അതിൻ്റെ ഇടയ്ക്ക് സുഭാഷ് ചന്ദ്രബോസ് എനിക്ക് വലിയ ബഹുമാനമുള്ള ഒരാളാണ്. അദ്ദേഹം വലിയ പോരാളിയാണ്, വലിയ ദേശഭക്തിയുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ വഴി തീർച്ചയായിട്ടും തെറ്റിപ്പോയി എന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം ഒരു ഘട്ടത്തിൽ ഹിറ്റ്ലറെയും മുസോളിനിയെയും ജപ്പാനെയും അനുകൂലിച്ചു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാർ ആ ഘട്ടമെത്തിയപ്പോൾ അദ്ദേഹത്തെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞു. അദ്ദേഹത്തെ അവർ ഇവരുടെ ചെരുപ്പ് നക്കി എന്നുവരെയും വിളിച്ചിട്ടുണ്ട്. കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു 1938 ബോസ്. 39 വീണ്ടും പ്രസിഡൻ്റായി. അന്ന് ഗാന്ധി അതിനെ എതിർത്ത് വ്യക്തിപരമായതുകൊണ്ടല്ല, അദ്ദേഹത്തിന് ഈ നിലപാട് കൊണ്ടാണ്. വേണ്ടി വന്നാൽ ഹിംസ ഉപയോഗിക്കാം എന്ന അഭിപ്രായമുള്ള ഒരാൾ കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആകാൻ പാടില്ല എന്നായിരുന്നു ഗാന്ധിയുടെ അഭിപ്രായം. ഗാന്ധി ഒന്നും ഒളിച്ചു വെച്ചിട്ടില്ല. ഗാന്ധി അദ്ദേഹത്തിനെതിരെ സ്ഥാനാർത്ഥിയെ നിർത്തി, പട്ടാഭി സീതാരാമയ്യെ. പട്ടാഭി തോറ്റപ്പോൾ ഗാന്ധി പറഞ്ഞു പട്ടാഭിയുടെ പരാജയം എൻ്റെ പരാജയമാണ്. അപ്പോൾ ആ അളവിൽ ഹിംസയ്ക്ക് വലിയ സ്ഥാനം കൊടുത്ത ആളാണ് ബോസ്. അദ്ദേഹത്തിന് ഗാന്ധിയോട് വലിയ ബഹുമാനമായിരുന്നു. ഗാന്ധിയെ രാഷ്ട്രപിതാവ് എന്ന് വിളിച്ചത് സുഭാഷ് ചന്ദ്രബോസാണ്, വേറെ ആരുമല്ല. കസ്തൂർബ ഗാന്ധി മരിച്ച അന്ന് അദ്ദേഹം നടത്തിയ റേഡിയോ പ്രഭാഷണത്തിൽ കസ്തൂർബ ഗാന്ധി വിളിച്ച് രാഷ്ട്രമാതാവ് എന്നാണ്. അതിന് പ്രചാരം കിട്ടിയില്ല. രാഷ്ട്രപിതാവ് എന്നുള്ള പ്രചാരം കിട്ടി സുഭാഷ് ചന്ദ്രബോസാണ് ഉണ്ടാക്കിയത്. അത് ഇവിടുന്ന് ഒളിച്ചു പോയിട്ടാണ് ഇന്ത്യക്ക് പുറത്ത് സിംഗപ്പൂരൊക്കെ കേന്ദ്രമാക്കിയിട്ട് ഇന്ത്യൻ നാഷണൽ ആർമി INA ഉണ്ടാക്കിയത്. INA ഉണ്ടാക്കിയപ്പോൾ അതിന് 5 ദളങ്ങളുണ്ട്. ഒന്നാമത്തെ
ദളത്ത് ഒന്നാമത്തെ വിഭാഗത്തിന് എന്താ പേരെന്നറിയോ? ഗാന്ധി റെജിമെൻ്റ് എന്നാണ്. രണ്ടാമത്തെ ദളത്തിൻ്റെ പേര് നെഹ്റു റെജിമെൻ്റ് എന്നാണ്. മൂന്നാമത്തെ ദളത്തിൻ്റെ പേര് ആസാദ് റെജിമെൻ്റ് എന്നാണ്. നാലാമത്തെ ദളത്തിൻ്റെ പേര് ഝാൻസി റെജിമെൻ്റ് എന്നാണ്. അത് സ്ത്രീകളാണ്. അഞ്ചാമത്തെ റെജിമെൻ്റാണ് സുഭാഷ് റെജിമെൻ്റ്. അപ്പോൾ ഗാന്ധിയോടും നെഹ്റുവിനോടും അത്ര ബഹുമാനമുള്ള ആളാണ് ആര്? സുഭാഷ് ചന്ദ്രബോസ്.